വെറുതെ ഇരുന്നപ്പോൾ പണ്ട് 1 കിലോ സവാള മേടിച്ച് ഒരു പരീക്ഷണം നടത്തി. അത് വീഡിയോ ആക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 90 ലക്ഷം ആളുകളും കണ്ടു. ഇത് കാണാത്ത ഒരുപാട് പേര് ഇതിന്റെ വീഡിയോ ഒന്നുകൂടി ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുന്നതാണ്. 1 കിലോ സവാള മേടിച്ച് അതിന്റെ സ്കിന്ന് മുഴുവനും കളഞ്ഞ് ഇതുപോലെ ഒരല്പം കനത്തിൽ കട്ട് ചെയ്യണം. കനത്തിൽ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് പറയാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത സവാള മുഴുവനും ബൗളിനകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു തവി വിനാഗിരിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുക്കാം. മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നും കാണാത്തവർ നോ എന്നും കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചൊരു പാനിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കൂടെ തന്നെ 5-6 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അത് രണ്ടും നല്ലതുപോലെ വറുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ പതച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കായപ്പൊടി ഒരു 1/4 ടീസ്പൂണും ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത് പൊടിയെല്ലാം മൂത്തുനിന്ന് ഉറപ്പ് വരുത്തിയാൽ സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഒന്ന് തണുത്തു വന്നതിന് ശേഷം ഇത് മൊത്തത്തിലെടുത്ത് നേരത്തെ മിക്സ് ചെയ്ത സവാളയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു കിടിലൻ ടേസ്റ്റുള്ള സവാള അച്ചാർ റെഡിയായിട്ട് വരും. ഇത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 90 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് കണ്ടിട്ടുള്ളവർ രസം നേടാനും കാണാത്തവർ നോയെന്ന് വിടാനായിട്ട് പറയുന്നത്. അപ്പൊ ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ലൊരു കിടിലൻ വീഡിയോ മട്ടെത്താം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.